നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. 1600 രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു മാസത്തെ കുടിശ്ശികയും ഓഗസ്റ്റ് മാസത്തിലെ പെൻഷനും കൂടി 3200 രൂപയുടെ അക്കൗണ്ടിൽ വരികയാണ്. എന്നാണ് പണം ലഭിക്കുന്നത്, അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടിൽ പണം വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് അറിയിപ്പുകളും സേവനങ്ങളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ നിർബന്ധമായിട്ടും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുകയും ചെയ്യുക. പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കറിയാം, നമുക്കിപ്പോൾ 1600 രൂപയാണ് പെൻഷൻ ലഭിക്കുന്നത്. കഴിഞ്ഞ 1.5 വർഷത്തോളമായി എല്ലാ മാസവും തന്നെ പെൻഷൻ ലഭിക്കുന്നുണ്ട്. എല്ലാ മാസവും 25-ാം തീയതിക്ക് ശേഷം 26-ാം തീയതി, 27-ാം തീയതിയാണ് പെൻഷൻ ഇപ്പോൾ നമ്മുടെ കൈകളിലും അക്കൗണ്ടിലും എത്തുന്നത്. ഇപ്പോൾ 3 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് ഇപ്പോൾ നിലവിൽ ബാക്കിയുള്ളത്. അതിലൊരു മാസത്തെ കുടിശ്ശികയും ഓഗസ്റ്റ് മാസത്തിലെ പെൻഷനുമായിരിക്കും ലഭിക്കുക. ഈ മാസം 20-ാം തീയതിക്ക് മുമ്പായി തന്നെ 18-ാം തീയതി, 19-ാം തീയതി തന്നെ പണം അവരുടെ അക്കൗണ്ടിൽ എത്താനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. നമുക്കറിയാം, ഈ മാസം അവസാനത്തിലാണ് ഓണം വരുന്നത്. അതിനു മുമ്പായി തന്നെ പണം എല്ലാ ആളുടെയും കൈകളിൽ എത്തിക്കാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. അതുപോലെ തന്നെ പെൻഷൻ ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ എത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. അതെങ്കിൽ പുതിയ പെൻഷൻ ബാങ്ക് അക്കൗണ്ടിൽ എടുക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക. പല ബാങ്കുകളും ഇപ്പോൾ ചാർജുകൾ വർദ്ധിപ്പിക്കുകയാണ്. പരമാവധി ഉപയോഗിക്കാവുന്ന ATM ചാർജുകൾ, ചെക്ക് മടങ്ങിയാലുള്ള ചാർജുകൾ എന്നിങ്ങനെ പല കാര്യത്തിലുള്ള ചാർജുകളും ബാങ്കുകൾ വർദ്ധിപ്പിക്കുന്നു. ഇപ്പോൾ അവസാനമായി വന്നതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞതുപോലെ തന്നെ ICICI ബാങ്കിൽ പുതിയ അക്കൗണ്ട് എടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക. പെൻഷന് വേണ്ടി മറ്റും നമ്മൾ അക്കൗണ്ട് എടുക്കുന്ന സമയങ്ങളിൽ അതിൽ മിനിമം ബാലൻസ് ആദ്യമെല്ലാം ഉണ്ടായിരുന്ന 1000 രൂപയായിരുന്നു. അതിപ്പോൾ കുത്തനെ വർദ്ധിപ്പിച്ച് 50,000 രൂപയോളം ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു ചാർജുകളും അതിൽ കൂടിയിട്ടുണ്ട്. അങ്ങനെയുള്ള ബാങ്കുകൾ കഴിവതും ഒഴിവാക്കുക. ഏറ്റവും നല്ലത് പെൻഷൻ ലഭിക്കാൻ കനറ ബാങ്കുകൾ, അതല്ലെങ്കിൽ ഗ്രാമീണ ബാങ്ക്, കേരള ബാങ്ക് പോലത്തെ ചെറുകിട ബാങ്കുകളുമായി ബന്ധപ്പെട്ട് അവിടെ അക്കൗണ്ട് തുടങ്ങുക. അതുപോലെ തന്നെ ഇതുവരെയും ബാങ്കിൽ പാൻ കാർഡ് ലിങ്ക് ചെയ്യാത്ത ആളുകളുണ്ട്, അതല്ലെങ്കിൽ ആധാർ കാർഡ് ലിങ്ക് ചെയ്യാത്ത ഒരുപാട് ആളുകൾ ഇപ്പോഴുമുണ്ട്. അങ്ങനെയുള്ള ആളുകൾ അതെല്ലാം റെഡിയാക്കി വെക്കുക. പലർക്കും കേന്ദ്രത്തിലുള്ള വിഹിതം പെൻഷൻ ലഭിക്കാറില്ല. 1300, 1400 പെൻഷൻ മാത്രം ലഭിച്ചിട്ട് ബാക്കി പണം എത്താത്ത ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളുമായി നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായ കാര്യമാണ്, അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ക്ലിയർ അല്ല. അവരുടെ ബാങ്ക് അക്കൗണ്ടിലെ പേരും പെൻഷൻ പോർട്ടലിലുള്ള പേരും ആധാർ കാർഡിലെ പേരും എല്ലാം വ്യത്യാസമുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ആധാർ കാർഡിലെ പേര് എന്താണോ അത് തന്നെ ബാങ്ക് അക്കൗണ്ടിലും കൊടുക്കുക. അതേ പേര് തന്നെ നമ്മൾ നമ്മുടെ പെൻഷൻ പോർട്ടലും കൊടുക്കുക. ഇപ്പോഴും മസ്റ്റിംഗ് ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട്. അങ്ങനത്തെ ആളുകൾ പെട്ടെന്ന് തന്നെ മസ്റ്റിംഗ് പൂർത്തിയാക്കുക. ഇനി അങ്ങോട്ട് എല്ലാ മാസവും പെൻഷൻ ലഭിക്കുന്നതാണ്. നമുക്കറിയാം, ഈ മാസം അവസാനത്തിലായിരിക്കും, ഈ വർഷം അവസാനത്തിലാണ് പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് എല്ലാ മാസവും കറക്റ്റായി തന്നെ പെൻഷൻ ലഭിക്കും. ഇലക്ഷന് മുമ്പായി തന്നെ കുടിശ്ശികയുള്ള പെൻഷനെല്ലാം നമുക്ക് ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇതിനിടയിൽ തന്നെ ചിലപ്പോൾ പെൻഷൻ പണം കൂടുന്നതിനെക്കുറിച്ചും കേൾക്കുന്നുണ്ട്. ഔദ്യോഗികമായ ഒരു അറിയിപ്പ് വരാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ അത് പറയാത്തത്. 1600 രൂപയ്ക്ക് പകരം 1750 രൂപയായിരിക്കും അവർക്ക് ലഭിക്കുക എന്നാണ് ഇപ്പോൾ അറിയുന്നത്. പുതിയ പെൻഷൻ അപേക്ഷ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം, പെൻഷൻ്റെ പേര് ഒഴിവാക്കൽ എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓൺലൈൻ വഴി തന്നെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇപ്പോഴും അനധികൃതമായി പെൻഷൻ കൈപ്പറ്റുന്ന ഒരുപാട് ആളുകളുണ്ട്. സ്വന്തമായി 4 ചക്ര വാഹനമുള്ള ആളുകൾ, വീട്ടിൽ AC മറ്റ് സൗകര്യമുള്ള ആളുകൾ, 2000 സ്ക്വയർ ഫീറ്റ് വീട്ടിൽ താമസിക്കുന്ന ആളുകൾ, 1 ഏക്കറിന് മേലെ ഭൂമിയുള്ള ആളുകൾ എന്നിങ്ങനെ പല കാറ്റഗറിയിൽ പെടുത്തിയിട്ട് സർക്കാർ പെൻഷൻ വാങ്ങുന്ന ആളുകളെ പല കാറ്റഗറിയുമായി തിരിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അനർഹമായിട്ടാണ് പെൻഷൻ കൈപ്പറ്റുന്നതെങ്കിൽ നമ്മൾ വലിയ രൂപത്തിലുള്ള ഫൈനുകളും നമ്മൾ വാങ്ങിയ പണമെല്ലാം തിരിച്ചടയ്ക്കേണ്ടി വരും. അങ്ങനെയുള്ള ആളുകൾ പെൻഷൻ നിർത്താൻ വേണ്ടിയും ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാം. ഇതുപോലത്തെ പെൻഷൻ സംബന്ധമായിട്ടുള്ള അറിയിപ്പുകൾ, ആരോഗ്യ ഇൻഷുറൻസ് കാർഡുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ, റേഷൻ കാർഡ് സംബന്ധമായിട്ടുള്ള അറിയിപ്പുകൾ എന്നിതിനെക്കുറിച്ചുമെല്ലാമാണ് വീഡിയോസുകൾ വരുന്നത്. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.